ഗൈസ് അങ്ങനെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമയും കണ്ടിരിക്കുകയാണ്. ഒന്നും പറയില്ല, ബുക്ക് യുവർ ടിക്കറ്റ്സ്, വിട്ടോ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവിടെ മാസ്മരികം പൊളി കിടിലം വൈബടിച്ച് കാണാൻ പറ്റിയ ഒരു പൊളപ്പ പടം. പറയാം, കാര്യങ്ങൾ പറയാനുണ്ട്. അത് എല്ലാം കൂടി പറയാം. അത് നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസിനെ കുറിച്ച് പറയാം. മ്യൂസിക് ബൈ വിഷ്ണു വിജയ്. ഓരോ ചെറിയ ഓരോ ബിറ്റ് സീക്വൻസസിലും ഓരോ ലെവല് മ്യൂസിക്. എവിടെ തന്നെ ഇതൊക്കെ പടച്ചു വിടുന്നത്? നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ സത്യം പറഞ്ഞാൽ കഴിവെന്ന് പറഞ്ഞാണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഒന്നും പറയല്ല, നിങ്ങളൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. നിങ്ങളൊക്കെ വലിയ തലത്തിലൊക്കെ മ്യൂസിക് ചെയ്യേണ്ട ആൾക്കാരാണ് എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊക്കെ ലോക പ്രശസ്തന്മാരാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷ്ണു വിജയ് കേട്ടില്ല, പുള്ളി തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് തല്ലുമാലയും നമ്മുടെ പ്രേമലും ഒക്കെ ചെയ്തത് മച്ചാൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക. ഓക്കെ, മ്യൂസിക് പൊളി. പിന്നെ സിനിമാറ്റോഗ്രാഫി അവർ ഓൺ ജിംഷി ഖാലിദ്, നമ്മുടെ ഖാലിദ് റഹ്മാൻ്റെ ബ്രദറാണെന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളിയാണ് മ്യൂസിക്കും പോട്ടെ, സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എന്തോന്നാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇവരുടെ ഈ ഒരു ടീമുണ്ട് അവരുടെ. ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദ്, ഷൈജു ഖാലിദ്, പിന്നെ ഇവർ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ്, ഇവരുടെയൊക്കെ ഒരു ടിപ്പിക്കൽ ഒരു ശൈലിയുണ്ട് സിനിമാറ്റോഗ്രാഫിയിൽ. ഒരേ കളർ ടോണും ഒരേ എന്താ പറയുക, ഫൈറ്റ് സീക്വൻസസിലാണെങ്കിൽ ഒരേ രീതിയിലുള്ള ക്യാമറ ആംഗിൾസും മൂവ്മെന്റ്സും സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ആ ബോക്സിങ്ങിന്റെ റിങ്ങിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്നും പറയില്ല. എനിക്ക് ഈ സിനിമയുടെ അപ്പോൾ തോന്നിയാണ്, ദാവീദിനേലും എന്തുകൊണ്ടും ഒരു 10 മടങ്ങെങ്കിലും ഈ പടം അടിപൊളിയാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ദാവീദ് കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷെ അത് എന്താ പറയുക, വേറൊരു തലത്തിലുള്ള ഒരു പടം. എന്നാൽ കുറെ പോരായ്മകളൊക്കെ ഇവിടെയൊക്കെ നമുക്ക് തോന്നാം. ഞാൻ പിന്നെ കണ്ടില്ല പടം, അന്ന് കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷെ ഇത് നമുക്ക് ഇനിയും കാണണം എന്ന് തോന്നിക്കുന്ന ഒരു സാധനം തന്നെയാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ശരിക്കും അങ്ങനെ തോന്നിയ ഒരു സാധനമാണ് ആലപ്പുഴ ജിംഖാന. പിന്നീട് പറയാനാണെങ്കിൽ ആരാണ് എഡിറ്റർ? പിന്നെയും ഇന്നത്തെ ഞാൻ ആദ്യം കണ്ട സിനിമ എഡിറ്റ് ചെയ്ത മച്ചാൻ നിഷാദ് യൂസഫാണ്. ഈ സിനിമയും എഡിറ്റ് ചെയ്തിരിക്കുന്നത് പുള്ളി തന്നെയാണ്. പുള്ളി കുറേ നല്ല വർക്ക്സ് എന്ന് വെച്ചാൽ പടങ്ങൾ ഏത് തലത്തിൽ വേണമെങ്കിലും പോയിരിക്കാം. ചിലപ്പോൾ ഹിറ്റായിരിക്കാം, ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കാം, ചിലപ്പോൾ മീഡിയോക്കർ ആയിരിക്കാം. ബട്ട് പുള്ളി കുറേ സിനിമകൾക്ക് വേണ്ടി പുള്ളീൻ്റെ കഷ്ടപ്പാടും പുള്ളി പഠിച്ചതും എല്ലാം പുള്ളീൻ്റെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് മച്ചാൻ വിട വാങ്ങിയത്. ആൻഡ് നമ്മൾക്ക് നല്ലൊരു എഡിറ്ററിനെ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാൻ തോന്നുന്നത്. മൈ ഹാർട്ട് ഫെൽ കണ്ടോളൻസസ്. അത് പറഞ്ഞേ പറ്റുള്ളൂ. അത് ഭയങ്കര ഒരു നഷ്ടമായി പോയട്ടെ പുള്ളീൻ്റെ ഒരു സംഭവം. ഓഡിയോഗ്രാഫർ നമ്മുടെ വിഷ്ണു ഗോവിന്ദ് കേട്ടില്ല, ഒരു രക്ഷയില്ലട്ടെ. സൗണ്ട് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. എല്ലാം കൊണ്ടും പടം ടോപ്പ് നോച്ചാണ്. ഇപ്പോൾ കളർ ഗ്രേഡിങ് ആയാലും ഓരോരോ എന്താ പറയുക, ഓരോരോ മൊമെന്റ്സ് കാണിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു സ്പെഷ്യൽ ടിൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ കണ്ടിങ്ങനെ ചെയ്യാൻ പറ്റിയ നല്ല വിഷ്വൽ ട്രീറ്റ് ആണ് അവിടെ. നമുക്ക് ഒരു ഭാഗത്ത് പോലും നമുക്കിങ്ങനെ ലാഗ് അടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇനി നമുക്ക് ആക്ടേഴ്സിലേക്ക് വരാം. നസ്ലൻ പറയേണ്ട കാര്യമില്ല, മച്ചാൻ ഈയിടെയായിട്ട് തൊടുന്നതെല്ലാം പൊന്നാണ്. അപ്പോൾ ഈയിടെയായിരുന്നില്ല, തുടക്കം തൊട്ടേ പുള്ളീൻ്റെ സകല പടങ്ങളും ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഇനി ഞാൻ എപ്പോഴും പറഞ്ഞ ആരോടെ, പുള്ളി നല്ലൊരു നടനാവും, ഉറപ്പാണ്. നടനല്ല, പുള്ളി നല്ലൊരു നടനാണ്. കുറച്ചും കൂടി നല്ല വലിയ ഉന്നതിയിലേക്ക് പുള്ളി എത്തും. കുറേ വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരൊക്കെ പുള്ളീനെ തിരിച്ചറിയും. ഇപ്പോഴേ കുറേവർക്കൊക്കെ അറിയാം പുള്ളി SRM കോളേജിലൊക്കെ പോയിട്ട് അവിടെ നല്ല മാസം ഡയലോഗ് അടിച്ച് ജയ് ബാലയ്യ എന്നൊക്കെ പറഞ്ഞ് മാസമൊക്കെ അടിച്ച് വന്നാണ്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു മച്ചാനുണ്ട്, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പടമൊക്കെ ചെയ്യുന്ന ഒരു മച്ചാനുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ പക്കയായിട്ടുള്ള ഒരു വ്യക്തതയുണ്ട്. ഇങ്ങനെ ഒരു മച്ചാനുണ്ടെന്നുള്ളത്. ലുക്ക് മാൻ അവറാൻ മച്ചാൻ, നിങ്ങളുടെ ഓരോ സിനിമകൾ കാണുമ്പോൾ, ഓപ്പറേഷൻ ജാവ കണ്ടപ്പോഴായാലും, തല്ലുപാലയിൽ ഒരു ജംഷി എന്ന് പറഞ്ഞ റോളായാലും, സൗദി വെള്ളക്കയിൽ ചെറുതായിട്ട് ചെയ്തൊരു റോളായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും വേറൊരു കിടിലൻ നടൻ തന്നെയാണ്. നിങ്ങൾ സെലക്റ്റീവായിട്ട് ഭയങ്കര ലിമിറ്റഡ് മൂവീസ് ചെയ്യാറുള്ളൂ. എന്നാൽ പോലും നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ
ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്ത് പോകുന്ന ഒരാളാണ്. എനിക്കിത് പറയാനുണ്ട്. ബേബി ജീൻ മച്ചാൻ കുറച്ച് സാധനങ്ങളുണ്ട്. എടേ ഇത് ഒരു നസ്ലൻ്റെയോ ലുക്മാൻ അവറാനോ അവരുടെ സിനിമയല്ല, ഇതെല്ലാവരും കൂടിയുള്ള എന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ ഓഫ് ദിസ് മൂവിയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെയൊക്കെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോരോ ശൈലികളാണ്. അതൊക്കെ അവർ ആ ഒരു ഫ്രണ്ട് സോൺ, നമുക്കൊക്കെ ഒരു ഫ്രണ്ട് സോൺ ഉണ്ടാവില്ല, ഓരോരുത്തരും ഓരോ സ്വഭാവവും ആ ഒരു സംഭവം, അതൊക്കെ പോലെ തന്നെ നമുക്കൊക്കെ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥാപാത്രം എല്ലാവർക്കും വേണ്ടി അത്ര മോട്ടിവേഷനും സ്പിരിറ്റും എല്ലാം. നസ്ലിൻ്റെ കഥാപാത്രമായാലും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ടീം സ്പിരിറ്റ് അവരുടെ ഇടയിൽ നന്നായിട്ട് കാണുന്നുണ്ട്. അത് ബേബി ജീൻ പൊളിയായിരുന്നു. ഗണപതി, ഈ ഗണപതിൻ്റെ കേസും ബാക്കി എല്ലാവരുടെ കേസും പറയുമ്പോഴത്തേക്കും ഇവരൊക്കെ ശരിക്കും പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ നല്ല പട്ടിപ്പണി എടുത്തിട്ടുണ്ട്. നസ്ലിനെ ഒന്നും ഇത്ര ഇല്ലോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പുള്ളിക്ക് സത്യം പറഞ്ഞ 6 പാക്ക് ഉണ്ട്. ഏതൊരുത്തം മറ്റേ 6 പാക്ക് ഒക്കെ മറ്റേ എന്തിനാ VFX ചെയ്തല്ലേ ആടെ ഞാൻ പറഞ്ഞു പുള്ളി. അതല്ല VFX ചെയ്താണ് ഒന്നുമല്ലെന്ന് പുള്ളി അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ഗണപതി കിട്ടില്ല. പുള്ളീൻ്റെ ഫിസിക്ക് ഞാൻ ഒട്ടും വിചാരിച്ചില്ല പുള്ളി ഇത്ര ഒരു ടൈറ്റ് ഒരു മച്ചാനായിട്ട് വന്ന് നിൽക്കുന്നു. ഞാൻ തുടക്കത്തിൽ പുള്ളി വന്നിട്ട് ഡ്രസ്സൊക്കെ ഒരു നിപ്പുണ്ട്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. ഗണപതി. സന്ദീപ് പ്രദീപ്, നമ്മുടെ ഫാലിമിയിലൊക്കെ ഉള്ള മച്ചാൻ, പുള്ളിയും ഞാൻ പറയല്ലോ ഈ ഫ്രണ്ട് സോണിൽ ഓരോരോ കൈൻഡ് ഓഫ് കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളീൻ്റെ കഥാപാത്രവും കോമഡീസ് ആണെങ്കിലും കാര്യങ്ങളായാലും എല്ലാം രസമാണ്. ഫ്രാങ്കോ ഫ്രാൻസിസ്, ഈ മച്ചാൻ കുറേ സിനിമകളുണ്ട്, എനിക്കിപ്പോൾ എടുത്ത് പറയാൻ അറിഞ്ഞൂടാ. മച്ചാൻ്റെ ബോക്സിങ് ഒരു സീക്വൻസ് ഉണ്ട്, രോമാഞ്ച എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ എണിച്ചിരുന്ന് അവനിട്ട് കൊടറാന്ന് തോന്നിക്കുന്ന ഒരു സംഭവം പുള്ളീൻ്റെ ബോക്സിങ് സീക്വൻസിലുണ്ട്. കിട്ടില്ല, ഒരു രക്ഷയില്ലടേ. ഫ്രാങ്കോ ഫ്രാൻസിസ് മച്ചാനെ എന്ന് വെച്ചാൽ ചെറുത് വലുതെന്നാണ് സന്ദീപ് പ്രദീപിനെയും ഫ്രാങ്കോ ഫ്രാൻസിസിനെയും പടത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കിടിലനായിട്ട് തന്നെ മച്ചാൻ വരാം. ബോക്സിങ് സീക്വൻസ് ആയാലും അല്ലാത്ത കോമഡീസ് ആയാലും കൗണ്ടേഴ്സ് ആയാലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. മച്ചാനും ആ ബോക്സിങ് കഴിഞ്ഞ് വന്നിട്ട് ഒരു സംഭവം ഉണ്ട് മോനെ, ലിറ്റ്. പിന്നെ ഷോൺ ജോയ് ആസ് കിരൺ, മച്ചാൻ്റെ കഥാപാത്രവും നല്ല ഒരു എന്താ പറയുക, ഒരു വൈബ്രന്റ് കഥാപാത്രം തന്നെയായിരുന്നു. ശിവ ഹരിഹരൻ, ഷാനവാസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം മച്ചാൻ ചെയ്തിട്ടുണ്ട്. അനഘ രവി സിനിമയിലുണ്ട്. അനഘയുടെ കാര്യം പറയുമ്പോഴത്തേക്കും വല്ലാത്തൊരു ബ്യൂട്ടിയാണ് പുള്ളിക്കാരി. ആ ഒരു ബോക്സിങ് ആ ഒരു റിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രൊഫഷണൽ ബോക്സറൊക്കെ നിൽക്കുന്ന, ബാക്കി എല്ലാവരും നിൽക്കുമ്പോൾ ആ ഒരു സംഭവം ഇല്ല സത്യം ഇല്ല. ബാക്കി ആയിരിക്കുമ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയുക, ആ തുടക്കത്തിലെ ഇനീഷ്യൽ ബോക്സ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ബട്ട് പുള്ളിക്കാരിൻ്റെ കേസ് വരുമ്പോൾ ഭയങ്കര ട്രെയിൻഡ് ഒക്കെ ആയിട്ട് ചെയ്യണമല്ല. ആ ഒരു സ്റ്റൈലിഷ്നെസ്സും ആ ഒരു എന്താ പറയുക ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഒരു ബോക്സറാണെന്ന് നമുക്ക് തോന്നും. ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു പുള്ളിക്കാരിൻ്റെ ആ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ദാറ്റ്സ് ഓൾ. പിന്നെ നന്ദ നിഷാന്ത്, നോയില ഫ്രാൻസ്, ഇതിലെ 2 ഫീമെയിൽ കഥാപാത്രം ചെയ്തിട്ടുള്ളവരാണ്. ഓവറോൾ പടം കിട്ടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത്ര ക്യാരക്ടേഴ്സിനെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ പറയുമ്പോഴും ഓരോരോ ടെക്നീഷ്യൻസിനെ ഞാൻ എത്ര എടുത്ത് പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ എത്രത്തോളം ഈ പടം എൻജോയ് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ ഫുൾ ഓണായിരുന്നു. നമുക്ക് ഒറ്റ സീൻ പോലും ബോറടിക്കുകയോ ഒരിടത്ത് പോലും ലാഗ് അടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുകയാണ്, ഇത് നല്ല സെൻസിൽ നിങ്ങൾക്ക് എടുക്കാം, മോശം സെൻസിൽ നിങ്ങൾക്ക് എടുക്കാം. എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ പടവും കാണാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരും ഇപ്പം നമ്മൾ ഇതുകൊണ്ട് ഒരു 3-4 പടം ഒരുമിച്ച് ഇറക്കി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യമാണ്, ഇനി ഞാൻ എടുത്ത് പറയുന്നില്ല അതിനെക്കുറിച്ച്. ഇങ്ങനത്തെ ഒരു 3-4 പടം ഒരുമിച്ച് ഇറക്കി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കേണ്ട കാര്യമുണ്ട്, അതിന് പോകണോ ഇതിന് പോകണോ. ഞാനപ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങളെല്ലാവരും എല്ലാത്തിനും പോയി നോക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ്, ജസ്റ്റ് ബുക്ക് യുവർ ടിക്കറ്റ്സ് ഫോർ ആലപ്പുഴ ജിംഖാന. ബസൂക്കയ്ക്ക് എടുക്കണ്ടെന്ന് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് ഭേദമായിട്ട് തോന്നിയത്, ഭേദം എന്നല്ല, ഫാർ ബെറ്റർ ആ പടത്തിനെക്കാട്ടി എന്തുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ഹൈലി ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം കാണണോ വേണ്ടയോ എന്ന്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്ര എനിക്ക് കാര്യം മൊത്തത്തിൽ പറയാനുള്ളൂ. പിന്നെ വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കോട്ടയം നസീർക്കയുണ്ട്, പിന്നീട് അൽതാഫ് സലീമുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അദ്രിജോ ഒരു ചെറിയൊരു റോള് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മുടെ അതിൽ തന്നെ തല്ലുമാലയിൽ തന്നെ സത്താർ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിട്ടുള്ളൊരു മച്ചാനുണ്ട്.
ആ മച്ചാൻ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങളെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന് ഓരോ സിനിമയും കൊണ്ടുവരുമ്പോൾ എന്നെ പിന്നെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തല്ലുമാല എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പേര് തന്നെ പറയുന്നുണ്ട്, തല്ലുമാല, മാലപ്പടക്കം പോലത്തെ ഇടിയാണ്, അത് കാണാൻ വേണ്ടി വന്നാൽ മതി എന്ന് പുള്ളി പേര് തന്നെ നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ച് ഞാൻ തിയേറ്ററിൽ പോയുള്ളൂ. എനിക്കത് കിട്ടി. അതും പല തലത്തിലുള്ള സംഭവങ്ങൾ കിട്ടി. ആ തുടക്കത്തിലുള്ള അടിയാണെങ്കിലും ക്ലൈമാക്സ് ഫൈറ്റ് ആണെങ്കിലും പിന്നെ തിയേറ്ററിലെ അടിയാണെങ്കിലും ഞാൻ ഭയങ്കര രസിച്ച് കണ്ട ഒരാളാണ്. ഞാൻ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട പടമാണ് തല്ലുമാല. എനിക്കിങ്ങനത്തെ ഫൈറ്റും സംഭവങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ പറയുക പക്ക പോപ്കോൺ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എൻ്റെ ഒരു ഖാലിദ് റഹ്മാൻ ലിസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന 2 പടങ്ങൾ അനുരാഗ് അരികമുള്ളവും ഉണ്ടയുമായിരുന്നു. ഇപ്പോൾ ഈ സിനിമയും കൂടി അതിൻ്റെ ഒരു കൂടിയിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാന ഖാലിദ് റഹ്മാൻ്റെ കരിയർ ബെസ്റ്റ് വണ്ണാണെന്ന് ഒരു സംശയമില്ലാതെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു പോവുകയാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ലവ് ആണെങ്കിൽ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു കിണ്ടി മനസ്സിലായില്ല. പിന്നെ എൻ്റെ 2 കൂട്ടുകാരന്മാർ ഇടവും വലവും ഇരുന്നാണ് എനിക്ക് കാര്യം പറഞ്ഞത്. എടേ ഇതാണ് സംഭവം, നീ എന്തൊരു പൊട്ടരടേ, ഇത് കണ്ടിട്ട് നീ ഇവരെ എന്തിനടേ സിനിമ ആസ്വാദനം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ ആ ഒരു തരത്തിലുള്ള സിനിമകളുടെയൊക്കെ വലിയൊരു ഫാനായത്. അതിന് ശേഷമാണ് ഞാൻ ഈ ചുരുളിയൊക്കെ കണ്ടപ്പോഴും ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതൊക്കെ ഇഷ്ടപ്പെടുകയും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു തുടക്കം ലവിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ടോട്ടലി പറയാനുള്ളത്. ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യുക. നാളെ ഞാൻ ചിലപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി കാണുന്നതായിരിക്കും, മരണമാസം പിന്നെ എപ്പോഴെങ്കിലും കാണുന്നതായിരിക്കും. എന്തായാലും അതിൻ്റെ വീഡിയോസ് കാണുന്നതായിരിക്കും. കുറച്ച് ഡിലേ ആയാലും എന്തായാലും വരും. ഞാൻ എന്തായാലും സിനിമ കാണും. അത്രേ ഉള്ളൂ. ബൈ ബൈ.